എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 18-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിരവധി ആനുകൂല്യങ്ങളാണ് വിഷു, ഈസ്റ്ററിനോടനുബന്ധിച്ചും അതുപോലെ തന്നെ റംസാനോടനുബന്ധിച്ചും സപ്ലൈകോയിലൂടെ വിതരണം ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ റേഷൻ കടയിലൂടെയുള്ള മാർച്ച് മാസത്തെ റേഷൻ വിതരണങ്ങൾ തുടരുകയുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈകോ വഴി ലഭിക്കുന്ന വിഷു കിറ്റിന്റെ കാര്യമാണ്. 1 കിലോ പഞ്ചസാര, ചെറുപയർ 1/2 കിലോ, വൻപയർ 1/2 കിലോ, കടല 1/2 കിലോ, ശർക്കരപ്പൊടി 1 കിലോ, ശബരി പായസം മിക്സ്, പാലട, സേമിയ 200, പായസക്കൂട്ട് 50, മിൽവ നെയ്യ് 100 മില്ലി, ശബരി ജീരകം 100, ശബരി കടുക് 100, ശബരി പുട്ടുപൊടി അല്ലെങ്കിൽ അപ്പപ്പൊടി 1 കിലോ, ശബരി ഉപ്പുപൊടി 1 കിലോ, ശബരി ചിക്കൻ മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ശബരി വെളിച്ചെണ്ണ 1 ലിറ്റർ, ശബരി ഗോൾഡ് ചായപ്പൊടി 250 മില്ലി. ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 1250 രൂപ വില വരുന്ന കിറ്റാണ് 1001 രൂപക്ക് സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഏപ്രിൽ 1-ാം തീയതി മുതൽ വിതരണം ചെയ്യുക. 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള വിഷു കിറ്റ് ഏപ്രിൽ 1 മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ സപ്ലൈകോ അറിയിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ റംസാൻ കിറ്റിന്റെ വിതരണം തുടരുകയാണ്. 20-ാം തീയതി വരെയാണ് ഇത് വാങ്ങാൻ കഴിയുക. 1018 രൂപ വില വരുന്ന സാധനങ്ങൾ 786 രൂപക്ക് വാങ്ങാം. ഇതുകൂടാതെ സപ്ലൈകോ വിഷു കൈനീട്ടം എന്ന പേരിൽ 1000 രൂപയുടെ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 101 രൂപയുടെ വിഷു കൈനീട്ട കൂപ്പൺ റെഡീം ചെയ്യാവുന്നതാണ്. ഇതിന്റെ കാലാവധി ഏപ്രിൽ 16 മുതൽ മെയ് 31 വരെ ഉണ്ടാകും. സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകൾ, പെട്രോൾ പമ്പുകൾ ഒഴികെയുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും 101 രൂപയുടെ ഇളവ് ഇതിലൂടെ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ 13 ഇനം സബ്സിഡി സാധനങ്ങൾ 20 കിലോ അരി 25 രൂപ നിരക്കിൽ എല്ലാം റേഷൻ കടകൾ സപ്ലൈകോയിലൂടെ ലഭിക്കുന്നതാണ്. റേഷൻ കടകളിലൂടെ ഈ മാസം 2 കിലോ സ്പെഷ്യൽ അരി നീല റേഷൻ കാർഡിനും 6 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡിനുമുണ്ട്. 4 കിലോ വരെ ആട്ട നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുണ്ട്. 1 ലിറ്റർ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ മാസം ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകളും ഈ മാസത്തെ റേഷൻ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ജനുവരി, ഫെബ്രുവരി മാസത്തിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുള്ളവർ ഉണ്ട് എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും റേഷൻ വാങ്ങണം. ഇല്ല എങ്കിൽ മുൻഗണനാ പദവി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എല്ലാ റേഷൻ കാർഡുള്ളവരും ഈ കാര്യം ശ്രദ്ധിക്കണം. അവസാനമായി അപേക്ഷ ക്ഷണിച്ചപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിന് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് 65,000-ഓളം നിലവിൽ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്ന നടപടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുവരെ വലിയ തുക കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയിരുന്നത് ഇനി സൗജന്യമായിട്ട് റേഷൻ വിഹിതങ്ങൾ ലഭിക്കും. മാത്രമല്ല ഇങ്ങനെ മാറിയിട്ടുള്ള കാർഡിലെ സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനും കഴിയുന്നതാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ 13-ാം തീയതിയാണ് വിതരണം ചെയ്തത്. വിതരണം കഴിഞ്ഞതിന് ശേഷം പല ആളുകൾക്കും തുക ലഭിച്ചിരുന്നില്ല. വെള്ളിയാഴ്ചയാണ് വിതരണം ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് വിതരണം ചടങ്ങ് നടന്നത്. ആ ഒരു സമയത്ത് തന്നെ പല ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു. പിന്നീട് ശനി, ഞായർ ദിവസങ്ങൾ വന്നതിന് ശേഷം തുക അക്കൗണ്ടുകളിലേക്ക് എത്താത്ത നിരവധി പേരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. തുക വിതരണം വീണ്ടും തിങ്കളാഴ്ച മുതൽ പല അക്കൗണ്ടുകളിലേക്കും വീണ്ടും തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതായത് അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അന്ന് ലഭിക്കാത്ത ആളുകൾ പിന്നീട് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കാൻ മറക്കരുത്. PM കിസാൻ വെബ്സൈറ്റിൽ തുക വിതരണം ചെയ്യുന്നത് DBT വഴി ആധാർ അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും നിങ്ങളൊന്ന് പരിശോധിക്കണം. മുമ്പ് ലഭിച്ചിട്ടുള്ള അക്കൗണ്ടിൽ തുക എത്തിയിട്ടില്ല എങ്കിൽ, ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ എല്ലാ അക്കൗണ്ടിലും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PM കിസാൻ സമ്മാൻ നിധി തുക ആളുകൾക്ക്, അതായത് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞു, 5 ദിവസം കഴിഞ്ഞിട്ടും ലഭിച്ചിട്ടില്ല എങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം. സ്റ്റാറ്റസ് പരിശോധിച്ച് അതിലൊരു കുഴപ്പവും ഇല്ല എങ്കിൽ
നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ എന്തെങ്കിലും മറ്റ് കാരണവശാൽ മുടങ്ങിക്കിടക്കുകയാണ് എങ്കിൽ ആ തുക എത്തിച്ചേരുന്നതാണ്. അതിനുവേണ്ടി PM കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് മറ്റ് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഓൺലൈനായിട്ട് ഈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം, അതായത് പരാതി നൽകാവുന്നതാണ്. ഇതിനായി ആദ്യം PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.pmkisan.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഹെൽപ്പ് ഡെസ്ക് എന്ന ഭാഗത്ത് പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പരാതി രജിസ്റ്റർ ചെയ്യേണ്ട രീതിയാണ് പറയുന്നത്. ആദ്യം നിങ്ങളുടെ ആധാർ നമ്പറോ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം മറ്റ് വിവരങ്ങളും പരിശോധിക്കാം. ഗ്രീവൻസ് ടൈപ്പ് എന്ന ഭാഗത്ത് നമ്മുടെ പ്രശ്നം തിരയാകുന്നതാണ്. ഉദാഹരണത്തിന് ഇൻസ്റ്റാൾമെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് നോട്ട് റിസീവ്ഡ് എന്നാണ് കാണിക്കുക. തുറന്നുള്ള കോളത്തിൽ നിങ്ങളുടെ പരാതി എന്താണോ അത് ചുരുക്കത്തിൽ എഴുതിക്കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ നൽകുന്ന പരാതിയുടെ സ്റ്റാറ്റസും നമുക്ക് പരിശോധിക്കാൻ കഴിയും. പരാതി നൽകിയ ശേഷം അതിൻ്റെ പുരോഗതി നോ യുവർ ക്വറി സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പരിശോധിക്കാം. ആധാർ നമ്പർ നൽകി സെർച്ച് ചെയ്താൽ ഉദ്യോഗസ്ഥരുടെ മറുപടിയും പരാതികളും ഇപ്പോഴത്തെ അവസ്ഥയും അറിയാൻ സാധിക്കുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങൾക്കും അതുപോലെ തന്നെ ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിലും 180015 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷൻ വിതരണവും ഉടൻ ആരംഭിക്കും. ആദ്യം സ്ത്രീ സുരക്ഷാ പെൻഷനാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുക. 18 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത്തവണ ലഭിക്കുക എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ മാസം 10 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അതേസമയം ക്ഷേമ പെൻഷൻ വിതരണം 25 മുതലും ആരംഭിക്കും. 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും. അതേസമയം വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന സ്ത്രീകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ്, അതായത് വിധവ അല്ലെങ്കിൽ അവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് 31 നിന്നും ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാവകാശം ലഭിക്കുന്നു. ഈ കാരണം കൊണ്ട് സ്ത്രീകൾക്ക് പെൻഷൻ മുടങ്ങില്ല എന്നുള്ളത് കൂടി ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ